ഓണം എക്സാം നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേണിലൊക്കെ കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ കുറേ പേർക്ക് വിചാരിച്ച പോലെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ കഴിഞ്ഞ കാര്യങ്ങളൊന്ന് ആലോചിച്ച് എൻ്റെ കുട്ടികൾ ആരും വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി നമ്മൾ വാട്ട്സ് നെക്സ്റ്റ്, ഇനി അടുത്ത് നമുക്ക് ഫേസ് ചെയ്യാനുള്ളത് നമ്മുടെ ക്രിസ്മസ് എക്സാം ആണ് അല്ലേ? അപ്പോൾ നമ്മുടെ പാറ്റേൺ ഒക്കെ മാറിയ സ്ഥിതിക്ക് ക്രിസ്മസ് എക്സാമും നിങ്ങൾക്ക് കുറച്ച് ഹൈ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ മക്കൾ ചെയ്യേണ്ട കാര്യം എന്താണ്? കോൺസെപ്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിക്കുക എന്നുള്ള കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ കോൺസെപ്റ്റ് ഒക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസിനെയും കാറ്റഗറൈസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല. ഈസി ക്വസ്റ്റ്യൻ എന്നോ മീഡിയം ക്വസ്റ്റ്യൻ എന്നോ അല്ലെങ്കിൽ ടഫ് ക്വസ്റ്റ്യൻസ് എന്നോ നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാരണം കോൺസെപ്റ്റ് മനസ്സിലായിട്ടുള്ള കുട്ടികൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മായ്ച്ച് ഇനി വരുന്ന എക്സാമിന് വേണ്ടിയിട്ട് എൻ്റെ മക്കൾ എല്ലാവരും ഇപ്പോൾ മുതൽ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അതാണ് നിങ്ങൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അവസാന സമയത്തോട്ട് പ്രിപ്പറേഷൻ ടൈം മാറ്റി വയ്ക്കാം. അതായത് എക്സാം തുടങ്ങുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ ആയിരിക്കും മക്കൾ എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലേ? പക്ഷേ ക്രിസ്മസ് എക്സാമിന് നമ്മുടെ സിലബസിലൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓണം എക്സാമിന് വളരെ കുറച്ച് ചാപ്റ്റേഴ്സ് ആണെങ്കിൽ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് വളരെയധികം ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ മുതൽ തന്നെ എന്ത് ചെയ്യണം? പഠിച്ചു തുടങ്ങണം. പയ്യെ തിന്നാൽ പനയും തിന്നാന്നല്ലേ പറയാ. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അവസാന സമയത്ത് നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. അപ്പൊ ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലൈവ് ക്ലാസ്സസ് ആയി കഴിഞ്ഞാലും എക്സ്ട്രാ വീഡിയോസ് ആയി കഴിഞ്ഞാലും എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മക്കൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം. അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ വേഗം തന്നെ എന്ത് ചെയ്യുക? ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നമ്മുടെ ഈ ഒരു ചാനലിനെ കുറിച്ച് അറിയാത്ത കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. അവരിലോട്ടൊക്കെ എന്ത് ചെയ്യണം? ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ എങ്ങനെയാ നമുക്ക് ഇനി എന്ത് ചെയ്യാം? അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് പഠിക്കാം. ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾക്ക് പഠനത്തിൽ എല്ലാ ഹെൽപ്പും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സാം വിന്നർ ഫാമിലി ഇവിടെ റെഡിയാണ്. സോ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.